എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? വി.ഡി. സതീശനും രാജുവും എല്ലാം അവകാശപ്പെടുന്ന ഒരു സ്വയം അവകാശവാദമുണ്ട്. എന്താ, ഞങ്ങൾ പഠിച്ചിട്ടേ കാര്യങ്ങൾ പറയാറ്. PMC ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കില്ല എന്നെങ്ങനെയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ ഒപ്പിട്ടതിന് ശേഷമാണല്ലോ. ശരി, ഞങ്ങൾ അത് ചെയ്തു. നിങ്ങൾ അതെന്തോ BJP ഡീലായിട്ട് കാണുന്നു. എന്റെ മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ കാണാൻ തുടങ്ങിയിട്ട്. KM ഷാജി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുമ്പോൾ പ്രസംഗിച്ചതാ, നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയാൽ ഈ മണ്ഡലത്തിന്റെ കാര്യം 25% എനിക്ക് നോക്കാനുള്ളൂ, ബാക്കി 75% നിയമനിർമ്മാണ സഭകളിലെ കാര്യമാണ്. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. അതിലൊന്നായിരിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ ഒപ്പിട്ട RSS ഡീലിന്റെ ഭാഗമായ ഈ PMC കരാർ അറബിക്കടലിൽ കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതെയില്ല. പഠിക്കാതെ കാര്യങ്ങൾ വായിക്ക് തോന്നുന്നത് കോതക്ക് പോലെ പറയുന്നവരായിരുന്നു പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ. നിങ്ങൾ വന്ന വഴി ഏതാന്ന് തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? ഞങ്ങളുടെ ഗവൺമെന്റ് 2025 ഒക്ടോബറിലേ ഒപ്പിട്ടിട്ടുള്ളൂ. 3-4 വർഷം ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. ഇവിടെ നേരത്തെ അഭിലാഷ് വർഷങ്ങൾ പറഞ്ഞല്ലോ. 2022 ഞങ്ങൾ ഫൈറ്റ് നടത്തുമ്പോൾ 2023 ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായിട്ട് ഫൈറ്റ് നടത്തുമ്പോൾ പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കൃത്യം കക്ഷികളാ നിങ്ങളുടെ ഗവൺമെന്റുകൾ. ഈ ഇന്ത്യയിൽ അവശേഷിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റുകൾ 4ഉം ഒരു മറയുമില്ലാതെ PMCയിൽ ഒപ്പിടുകയായിരുന്നു. ഞങ്ങൾ വലിയ പോരാട്ടം തന്നെ നടത്തി, വലിയ സമ്മർദ്ദം നടത്തി. സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി സമരം നടത്തിയില്ലേ? നിങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറായോ? കേന്ദ്രത്തിൽ നിന്നെല്ലാം വാങ്ങിക്കണമെന്ന് നിങ്ങൾ പറയുകയല്ലേ? ഇപ്പോൾ നിങ്ങൾ ആ സമരം പോലും ബഹിഷ്കരിക്കുകയല്ലേ ചെയ്തത്? നിങ്ങളുടെ 4 സർക്കാരുകൾ ഒപ്പിടുമ്പോ ഞങ്ങൾ സമരത്തിലായിരുന്നു. ഒന്ന് നിർത്തണോ തന്റെ ഈ നിങ്ങൾ പറയുന്നു ഈ MOയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. MOയിൽ നിന്ന് പിന്മാറിയാൽ ഈ ഗവൺമെന്റിനെ പിരിച്ചു. നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? 2024 മുതൽ ഇതാ ഈ മിനിഞ്ഞാന്ന് വരെയും കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിരക്ക് എത്രയാ? 251%. ആ 251% ഇങ്ങനെ 2.25 മണിക്കൂർ കൊണ്ട് ശരവേഗതയിൽ 9 ഉദ്യോഗസ്ഥരിലൂടെ കൈമാറി രാത്രിയിൽ ഇരുന്ന് അർദ്ധരാത്രിയിൽ ഇരുന്ന് മുഖ്യമന്ത്രി പരിശോധിച്ച് അതിന് അംഗീകാരം കൊടുക്കാൻ മാത്രം, ഇങ്ങനെ നികുതി കുറച്ചു കൊടുക്കാൻ മാത്രം അർജൻസിയാണ്. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഒറ്റ ചോദ്യം എന്താണ് ന്യായം? അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായില്ലോ. ഇങ്ങനെ കൊണ്ടുപോയത് മറുപടി പറയേണ്ടത്. ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ച് കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. ഞങ്ങളുടെ ഫയൽ അത് LDF ഗവൺമെന്റിന്റെ ഫയലല്ലേ? ചെയ്യാൻ പറ്റാത്തത് അതിലൊരു സംശയം. ആ സംശയത്തിനെ പറയുകയാണെങ്കിൽ ഒറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ശരി മാഷ്, നേരത്തെ CPM-നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞു. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. അദ്ദേഹം പറഞ്ഞു 57 മുതൽ ഇവിടെ കള്ളി ഷാപ്പും പിന്നെ റാക്കി ഷാപ്പും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കാലത്ത്. മാഷെ, 1967 കള്ളി ഷാപ്പ് ലൈസൻസിങ് EMS ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അതിലെ 3 മന്ത്രിമാർ മുസ്ലിം ലീഗുകാരാണ്. തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ പറഞ്ഞാല് മുസ്ലിം ലീഗുകാർ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭയാണ്. അല്ലാതെ ഞങ്ങൾ വലിയ പിന്നെ നിരീശ്വരവാദികളും നിർമ്മതാവാദികളും പിന്നെ തെമ്മാടികളൊക്കെ അധാർമികരൊക്കെ ആയ പിന്നെ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തതല്ല, അന്ന് ലീഗുകാരും കൂടി പങ്കാളിയാണ്. പിന്നെ ഭരണത്തിന്റെ കാലത്ത് വീര്യം കുറഞ്ഞ കള്ള് നീര അത് ചെത്തുന്ന പിന്നെ ഒരു പരിപാടി കൊണ്ടോട്ടി മണ്ഡലത്തിൽ നടത്തി. അത് ഉദ്ഘാടനം ചെയ്തത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ. വായും പൊളിച്ചിരുന്നാ മതി, അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നത് സാദിഖ് അലി തങ്ങളാണ്. പക്ഷെ വീര്യം കുറഞ്ഞ കള്ള് നീര ചെത്തി വെക്കാൻ CPM-ന്റെ നേതാക്കൾ എന്തോ കള്ള് മഹാപാനീയമാണെന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിനു വേണ്ടിയിട്ട് പിന്നെ ശ്രീ മുസ്തഫയ്ക്ക് ഒരു ചെറിയ മറുപടി കൊടുക്കട്ടെ. എന്നുവെച്ചാല് 67 തീർച്ചയായിട്ടും സപ്തമുന്നണി ഗവൺമെന്റ് ആണത്. അദ്ദേഹം 3 മന്ത്രിമാർ എന്ന് പറഞ്ഞ് ഓർമ്മ തെറ്റായിരിക്കും. അതിന് തന്നാരും വിളിച്ചില്ല. 2 ലീഗ് മന്ത്രിമാരാണുള്ളത്. ഒന്ന് CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി, വേറെ ഒന്ന് അഹമ്മദ് കുട്ടി കുരുക്കൾ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി. 2 മന്ത്രിമാരാണ് ലീഗിനുണ്ടായിരുന്നത്. ലീഗായിട്ടുള്ളത് കൊണ്ട് എനിക്കതിന് ഉത്തരവാദിത്വമൊന്നുമില്ല.
മുസ്ലിം ലീഗിന്റെ വക്താവല്ല ഞാൻ. മദ്യത്തിന്റെ കാര്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്നുവെച്ചാല് കേരളം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ലഹരിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ലഹരി മുക്ത കേരളം എന്ന് പറഞ്ഞിരുന്നു പിണറായി ഗവൺമെന്റ്. മറന്നിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. 2016 29 5 സ്റ്റാർ ബാർ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോ 945 5 സ്റ്റാർ ബാർ ഉണ്ട് എന്നാണ് മദ്യവിരുദ്ധ സമിതിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഇയച്ചേരി കുഞ്ഞകൃഷ്ണൻ മാഷ് എനിക്ക് തന്ന ഒരു കണക്ക്. 5 സ്റ്റാർ ബാറുകള് മലപ്പുറത്ത് ഒന്നുള്ളത് 31ആയി, കോഴിക്കോട്ട് ഒന്നുള്ളത് 41ആയി. കള്ള് നല്ലൊരു ഭക്ഷണപദാർത്ഥമാണ് എന്ന് പിണറായി സർക്കാരിന്റെ കാലത്ത് ചില CPM നേതാക്കന്മാർ പറയും. നമ്മൾ 1994 കേരളത്തിൽ നടപ്പാക്കിയ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിലെ ഒരു പ്രധാന വകുപ്പ് മദ്യഷാപ്പുകൾ അനുവദിക്കാനോ ഇല്ലാതെയാക്കാനോ ഒക്കെയുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കും. ഈ സാധനം കൊണ്ടുവരുമ്പോൾ കരുണാകരനാണ് മുഖ്യമന്ത്രി. 1999 നായനാര് അത് ദുർബലമായി. 2012 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അത് വീണ്ടും പുനഃസ്ഥാപിച്ചു. 2017 പിണറായി ഗവൺമെന്റ് അത് അട്ടിമറിച്ചു. അപ്പൊ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ മദ്യത്തിന് വലിയ സ്വീകാര്യത, അംഗീകാരം കിട്ടി വരികയാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കള്ളു കുടിക്കുക എന്ന് പറയുന്ന വലിയ മാനക്കേടായി. 1967 രണ്ടാം EMS മന്ത്രിസഭയാണ് മലബാറിൽ മദ്യം ഹലാലാക്കിയത്. പിന്നല്ലാതെ ഇപ്പൊ അത് പോയിട്ട് ജാതിമത ഭേദമില്ലാതെ കല്യാണത്തിന്റെ തലേന്നൊക്കെ സൽക്കാരം എന്ന് പറയുന്നത് മദ്യസൽക്കാരം. ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാർ? വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് വീര്യം കൂടിയ മദ്യത്തിലേക്കുള്ള ഒരു ക്ഷണക്കത്താണെന്ന് ആർക്കും അറിയാം. നമ്മുടെ യുവാക്കള്, നമ്മുടെ വിദ്യാർത്ഥികള് നേരിടുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് ഈ ലഹരിയാണ്. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു ലഹരി മുക്ത കേരളം എന്നത് ഒരു മുദ്രാവാക്യമായിരിക്കുകയും അതിനുവേണ്ടി പ്രചാരവേലയ്ക്ക് പണം ചെലവാക്കുകയും അതേസമയം മദ്യഷാപ്പുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പണിയാണ് 10 കൊല്ലമായിട്ട് പിണറായി ഗവൺമെന്റ് എടുത്തത്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാം. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുക, അതിന്റെ മാന്യത കുറയ്ക്കുക, അതിന്റെ സാമൂഹ്യമായ സ്വീകാര്യത കുറയ്ക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളിൽ സതീശൻ ഗവൺമെന്റ് വളരെ ശ്രദ്ധിക്കും എന്നായിരുന്നു എന്നെ പോലെ പലരുടെയും പ്രതീക്ഷ. പ്രശ്നമാക്കണ്ടെന്ന് ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് താല്പര്യത്തിന് തുടക്കം വെക്കുന്നത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.